ഹായ്, എൻ്റെ പേര് അഭിരാം. സ്കൈലൈൻ മാട്രസിന്റെ സ്ലീപ്പ് ഷിഫ്റ്റ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കൂടെ ഉള്ളത് സ്കൈലൈൻ ആൻഡ് മെമ്മറി മാട്രസിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള വിജയേട്ടനാണ്. വിജയേട്ടാ, നമസ്കാരം. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. വിജയേട്ടാ, അപ്പോൾ വിജയേട്ടൻ്റെ ജേർണി എങ്ങനെയാണ് സ്കൈലൈൻ മാട്രസിലേക്ക് എത്തിയത്? ഡിഗ്രി പഠിച്ചിരുന്നത് വ്യാസ കോളേജിലായിരുന്നു. വടക്കാഞ്ചേരി വടക്കാഞ്ചേരി വ്യാസ കോളേജിലായിരുന്നു. അത് കഴിഞ്ഞ് ഡിഗ്രി എടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴ്സ് പഠിക്കാൻ പോയി ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂരിൽ അത് പഠിച്ച് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് ജോലി ഇല്ലേനും എന്നാൽ പഠനം കഴിഞ്ഞു ചെയ്തു. ഏതൊരു ചെറുപ്പക്കാരൻ്റെയും ഏറ്റവും മോശമായ അവസ്ഥ. ആ അവസ്ഥയിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ബെഡ് ബിസിനസ്സുകാരുണ്ട്. ഒരുപാട് മുടിക്കന്മാരായ കുറച്ച് ചേട്ടന്മാർ, തരക തോമസ് ഏട്ടൻ, പിന്നെ ഉമ്മർക്ക, ദാസേട്ടൻ, പിന്നെ റഷിക്ക, പാനങ്ങാട് ഷാജു ഏട്ടൻ എന്ന് പറഞ്ഞുള്ള ഒരു ചേട്ടൻ, അതുപോലെ ഇസ്മായിൽക്ക, അങ്ങനെയുള്ള നമ്മളെ ഇൻസ്പയർ ചെയ്ത ഒരുപാട് ചേട്ടന്മാരുണ്ട്. അന്നത്തെ മെയിൻ മാട്രസ് കച്ചവടക്കാരിൽ മെയിനായിട്ടുള്ള പുലികൾ ഇവരൊക്കെയായിരുന്നു. അങ്ങനെ ആദ്യം അവർ കൂടെ പോയി, എല്ലാവരും കൂടെ പോയിട്ടുണ്ട്. എന്നാൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആയിരുന്നു. മാട്രസുകൾ കൊണ്ടുപോയി വീടുകൾ കൊണ്ടുപോയി സെയിൽ ചെയ്യുക. മാർക്കറ്റിങ്ങിൽ ഏറ്റവും ടോപ്പായിട്ട് എനിക്ക് തോന്നിയത് ഡയറക്റ്റ് മാർക്കറ്റിംഗാണ്, ഡയറക്റ്റ് സെല്ലിങ്ങാണ്. ചെല്ലുന്നു, നമ്മൾ ഡോർ ടു ഡെലിവറി ആണ് ഏറ്റവും ടോപ്പ് ബിസിനസ്, അങ്ങനെ സെല്ലിങ്ങിൽ. അങ്ങനെ അത് കഴിഞ്ഞു ഇവരെ കൂടെ നടന്നു, ഡ്രൈവറായിട്ടും സെയിൽസ്മാനായിട്ടും ഒക്കെ നടന്നു. പിന്നെ തോമസ് ഏട്ടൻ, അങ്ങനെ ഒന്ന് രണ്ട് ചേട്ടന്മാരാണ് എന്നോട് പറഞ്ഞത്, അങ്ങനെ ഒരു മാട്രസിൻ്റെ ഒരു ഫാക്ടറി ഇട്ടോ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായി ഒരു മാട്രസിൻ്റെ ആദ്യമായിട്ടൊരു ഫാക്ടറി ഇട്ടു, ഒരു ചെറിയൊരു കമ്പനി, കുറച്ച് സ്റ്റാഫുകളെ വെച്ചു. അതാണ് എൻ്റെ ആരംഭം. അങ്ങനെ മാട്രസിൻ്റെ സ്റ്റാർട്ടിങ് എന്നെ ഇൻസ്പയർ ചെയ്ത് മുഴുവൻ ഈ ചേട്ടന്മാരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. കൂടുതലായിട്ടും അവരാ പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഇന്നും ഉള്ളത്. ആ ഒരു പ്രചോദനം, അവരൊരു പ്രചോദനം. അവർ നല്ല മിടുക്കന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. അവരായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. അവരെ കണ്ടിട്ടാണ് ഞാൻ ഈ മാട്രസിൻ്റെ ഫീൽഡിലേക്ക് തന്നെ കൂടുതലും വന്നത്. വിജയേട്ടാ, അപ്പോൾ പഠിച്ച ഫീൽഡിൽ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്തു. അപ്പോൾ എങ്ങനെയായിരുന്നു ഫാമിലിയുടെ ഭാഗത്ത് സപ്പോർട്ടീവ് ആയിരുന്നു? എങ്ങനെയായിരുന്നു അവരുടെ ഒരു റെസ്പോൺസ്? ഫാമിലിയുടെ ആദ്യമൊന്നും നല്ല സപ്പോർട്ടീവ് ആയിരുന്നില്ല. അച്ഛന് എപ്പോഴും ആഗ്രഹം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. അതിനാണ് ഡിഗ്രി നമ്മളതിനെ BR മനുഷ്യറിഞ്ഞ് എടുത്തിരുന്നത്. വ്യാസ കോളേജിലോട്ട് പഠിപ്പിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിപ്പിച്ചത് തന്നെയാണ്. പക്ഷേ എനിക്ക് ബിസിനസ്സായിരുന്നു ഇഷ്ടം. നമ്മൾ ഈ ചെറുപ്പത്തിലെ ചേട്ടന്മാരെ കണ്ട ഒരു ബിസിനസ്സും അവരുടെ ആ ഒരു ബിസിനസ്സിലെ മൂവ്മെൻറ്റൊക്കെ വന്നപ്പോൾ എനിക്ക് ബിസിനസ്സായിരുന്നു ഇഷ്ടം. അങ്ങനെ വന്നു, ഞാനിത് തുടങ്ങി, ഇവരുടെ കൂടെയൊക്കെ പോകാൻ തുടങ്ങി. ആദ്യമൊന്നും സപ്പോർട്ടീവ് ആയിരുന്നില്ല. പിന്നെ അച്ഛൻ സപ്പോർട്ടീവായി. ആൾ കുറച്ച് ആളുടെ ഒരു വീടുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് ഫാക്ടറിക്കായിട്ട് ആദ്യമൊക്കെ തുറന്ന് തന്നു. അങ്ങനെ പിന്നീട് അച്ഛൻ പറഞ്ഞിരുന്നു, നീ തന്നെ ചെയ്യണം. ആദ്യം കുറച്ച് ഈ വീടും സാധനങ്ങൾ തന്നിട്ടുണ്ട്, ഇനി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടും ആ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കണമെന്ന് പറഞ്ഞു. അത് ഭയങ്കര സ്ട്രഗിളായിരുന്നു. നമ്മൾ കൊണ്ടുപോയ ഈ ചേട്ടന്മാർ ചെയ്യുന്ന പോലെ എളുപ്പമായിരുന്നില്ല എനിക്ക്. ഞാൻ ഒരു സ്റ്റാർട്ടപ്പിലായിരുന്നു. അങ്ങനെ ഒരുപാട് സ്ട്രഗിളുകളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, റോ മെറ്റീരിയൽസ് എടുക്കാൻ കാശില്ലാതെ തന്നെ നമ്മളതിനെ ഓട്ടുവാറാറൊരു സ്ഥലത്തുണ്ട്. അവിടെ നമ്മൾ ഫണ്ട് കൊടുക്കാനുള്ള ഒരാൾ നമ്മളെ പിടിച്ചു നിർത്തിയ കഥ വരെയുണ്ട്. അങ്ങനെ കുറച്ച് സ്ട്രഗിളുകളൊക്കെ എല്ലാ ബിസിനസ്സുകാരും ഉണ്ടാവുന്ന പോലെ കുറേ സ്ട്രഗിളുകൾ അനുഭവിച്ചു. പിന്നീട് മെല്ലെ ഗ്രാജുവലി മെല്ലെ നമ്മൾ വരികയാണ് ചെയ്തത്. ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്ത് അത് കൊണ്ട് മാക്സിമത്തിലേക്ക്, അല്ലെങ്കിൽ അതൊരു സക്സസ്ഫുൾ ആക്കണമെങ്കിലുള്ള കുറേ സ്റ്റെപ്പുകളുണ്ട്. അത് സ്ട്രഗിളുകളുണ്ടാവും. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സ്റ്റാർട്ടപ്പ് കൾച്ചർ കോമൺ ആണ്. ഇപ്പോൾ പുതിയ യുവാക്കൾ കൂടുതൽ സ്റ്റാർട്ടപ്പിലേക്ക് വരുന്നു. അപ്പോൾ 25 വർഷം മുന്നേ ഇപ്പോൾ വിജയേട്ടൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു? സ്ട്രഗിൾസ് എന്തൊക്കെയായിരുന്നു വിജയേട്ടൻ ഫേസ് ചെയ്തത്? 25 വർഷം ടെസ്റ്റ് ജേണിയാണ് സ്കൈലൈൻ മാട്രസ്. അപ്പോൾ അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. യൂട്യൂബ്, ഗൂഗിളുകൾ അതൊന്നും ഉപയോഗിക്കാനും കൂടുതൽ അറിയുമായിരുന്നില്ല, ഉണ്ടായിരുന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഒരു റോ മെറ്റീരിയൽസിന് ആവശ്യമുണ്ടെങ്കിൽ ഈ റോ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് തന്ന ഓരോ സ്ഥലത്തേക്ക് നേരിട്ട് പോലായിരുന്നു. ഇപ്പോൾ തമിഴ്നാടാണ് ആ റോ മെറ്റീരിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് ചെയ്ത് പോകണം. പിന്നെ ഡൽഹിയിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടായിരുന്നു. ഡൽഹിയിലാണ് പ്രൊഡക്റ്റുകളെങ്കിൽ അവിടേക്ക് പോകണം. കുറച്ച് ക്ലോത്തുകൾ, നെറ്റഡ് ക്ലോത്തുകൾ, അതുപോലെ ചൈന ക്ലോത്തുകൾ, അങ്ങനെയുള്ള ഈ കോട്ടൺ ക്ലോത്തുകൾ, പില്ലോ ക്ലോത്തുകൾ, അങ്ങനെയുള്ള കുറേ റോ മെറ്റീരിയൽസ് വേണ്ടി വരുന്ന ഒരു ഫീൽഡാണ് ഈ മാട്രസ് ഫീൽഡ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരിട്ട് പോയി സെർച്ച് ചെയ്ത്, നേരിട്ട് പോയി അന്വേഷിച്ചിട്ട് അവിടുന്ന് നേരിട്ട് കൊണ്ടുവന്ന സാഹചര്യം വരാൻ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ അതൊന്നും വേണ്ട, നമ്മൾ ഒന്ന് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ സാധനം എടുത്ത്. സ്കൈലൈൻ മാട്രസ് മുന്നിലോട്ട് വയ്ക്കുന്ന ആശയം എന്താണ്? ഉറക്കം എന്ന് പറയുന്നത് ആഡംബരമല്ല, ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ട ഒരു കാര്യമാണ്. അത് കിട്ടാത്തവർക്കാണ് അത് ലക്ഷറി ആയിട്ട് തോന്നുന്നത്. നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഹെൽത്തി സ്ലീപ്പാണ്. എല്ലാവരും സുഖമായി ഉറങ്ങുക. അടിസ്ഥാനപരമായിട്ട് ഒരാൾക്ക് കിട്ടേണ്ട ഉറക്കം അത് അയാൾക്ക് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് സ്കൈലൈൻ മാട്രസിൻ്റെ ഒരു ഐഡിയ.
ആശയം. നമ്മുടെ സ്കൈലൈൻ മാട്രസ് ഫോക്കസ് ചെയ്യണ ഏരിയാസ് എന്തൊക്കെയാണ്? കസ്റ്റമർ നീഡ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. മാർക്കറ്റിൽ ഒരുപാട് ബെഡുകളുണ്ട്. അപ്പോൾ ഈ വരുന്ന ആൾക്കാർക്ക് കൺഫ്യൂഷനായിട്ടാണ് വരിക, അവർക്ക് ഏത് ബെഡ് വേണമെന്ന്. ഫസ്റ്റ് നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ കൺഫ്യൂഷൻ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. മാർക്കറ്റിൽ ഒരുപാട് മാട്രസുകളുണ്ട്. ഓർത്തോപെഡിക് മാട്രസ്, മെമ്മറി മാട്രസ്, അതുപോലെ പില്ലോ ടോപ്പ്, യൂറോ ടോപ്പ്, മെഡിക്കേറ്റഡ് മാട്രസ്, ഇപ്പോൾ തന്നെ കുറേ ഉണ്ട്. ഈ കൺഫ്യൂഷൻ അതായത് ഈ കൺഫ്യൂഷൻ തീർക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിനു വേണ്ടി നമുക്ക് ഒരു സ്ലീപ്പ് എക്സ്പെർട്ട് ടീമുണ്ട്. ഇവർ ഈ വരുന്ന കസ്റ്റമേഴ്സിന് അവയർനെസ് കൊടുക്കും. അപ്പോൾ ഈ കസ്റ്റമേഴ്സിന് തന്നെ ഇന്ന ബെഡ് ഇന്ന ആൾക്കാർക്ക് എന്നാണ്, ഇന്ന ബെഡ് ഇന്ന ആൾക്കാർക്ക് അത് തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർക്ക് തന്നെ മനസ്സിലാവും. അവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കും നമ്മുടെ ഈ സ്ലീപ്പ് എക്സ്പെർട്ട് ടീം. ശരിക്കും ഇപ്പോൾ ഉറങ്ങുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഉറക്കത്തിലും മെയിനായിട്ട് 4 സ്റ്റേജുകളാണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ കിടന്ന് നമ്മുടെ ബ്രീത്തൊന്ന് ഇതായി നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നമ്മളെ തട്ടി വിളിച്ചാലും നമ്മൾ എണീക്കും. നമ്മളൊന്ന് റിലാക്സബിൾ മോഡിലാണ് ഈ ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറയും, പിന്നെ ബ്രെയിൻ്റെ ആക്ടിവിറ്റീസ് ഒന്ന് കുറയും, പിന്നെ അന്നത്തെ ദിവസം നമ്മൾ നടന്നിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ടച്ച് ചെയ്തത് നമ്മൾ കണ്ടത് പറയുന്ന എല്ലാം ഒന്ന് ബ്രെയിൻ ഒന്ന് അനലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് സെക്കൻഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. ബോഡി ഹീൽ ചെയ്യുന്ന ഒരു ടൈമാണത്. അതായത് ബോഡി റിപ്പയർ ചെയ്യുന്ന ഒരു ടൈമാണ് ഈ തേർഡ് സ്റ്റേജ്. നെക്സ്റ്റ് സ്റ്റേജ് പറയുന്നത് ഫോർത്ത് സ്റ്റേജാണ്. ബ്രെയിൻ ആക്റ്റീവായിരിക്കുന്ന ഒരു ടൈമാണിത്. ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്ന ടൈം. ഇതൊരു നല്ലൊരു ടൈമാണ്. ഈ ടൈമിലാണ് നമ്മൾ സ്വപ്നങ്ങൾ കൂടുതൽ കാണുക. സ്വപ്നങ്ങൾ കാണുന്ന ഒരു ടൈമാണത്. ഈ 4 സ്റ്റേജസ് കൂടെ കടന്നു പോകുമ്പോഴാണ് ഒരാൾക്ക് പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് കിട്ടുക. അപ്പോൾ ഈ 4 സ്റ്റേജ് കടന്നു പോകാൻ ഒരു മിനിമം 7 to 8 hours വേണ്ടി വരും. ഈ ഒരു ടൈമാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. ഇപ്പോൾ ഒരാൾ യൂസ് ചെയ്യുന്നത് ബാഡ് മാട്രസ് ആണെങ്കിൽ അപ്പോൾ അവർ ഈ 4 സ്റ്റേജസ് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരെ അവർക്ക് ഉണ്ടാവും അല്ലേ? ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ഉണ്ടാവും. അതായത് ബോഡിക്ക് ഉണ്ടാകുന്ന ഹീറ്റ് മുന്നേ ചോർന്നു പോകുന്ന ബെഡിനെയാണ് ശരിക്കുള്ള നല്ലൊരു മാട്രസ് എന്ന് പറയുന്നത്. ഇങ്ങനൊരു ബെഡിലല്ല കിടക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഈ 4th സൈക്കിളിൽ കൂടെ കടന്നു പോകാൻ ഒരിക്കലും കഴിയില്ല. അവർ ഇടയ്ക്കിടയ്ക്ക് എനിക്കും ഒരു സ്ലീപ്പ് ഡിസ്റ്റർബ് ആവും. ഓഫ് കോഴ്സ് ഡിസ്റ്റർബ് ആവും. ഇപ്പോൾ ചിലവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർക്കൊരു ടയേർഡായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുക? അത് പല കാരണങ്ങളുണ്ട്. അതിൽ നമ്മൾക്ക് എടുക്കുന്ന ബെഡിൻ്റെ പഴക്കം അതൊരു കാരണമാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ആയാലും ഇപ്പോൾ ഒരു ബെഡിൻ്റെ ഒരു ആവറേജ് അല്ലെങ്കിൽ അതിലേക്ക് എടുക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് എൻ്റെ കണക്കുള്ള ഒരു 6-7 വർഷങ്ങളൊക്കെയാണ്. അപ്ഗ്രേഡ് ചെയ്യണം, വർഷം വരെ യൂസ് ചെയ്യാം, അതോ 6 വർഷം യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ബെഡായ കാരണം അതിൽ കുറേ ജെയിംസുകളും പിന്നെ നമ്മൾ ചിലപ്പോൾ കുളിക്കാൻ പറ്റാതായിട്ടൊക്കെ എടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ അല്ലാതെ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഏറ്റവും കൂടുതൽ കുറച്ച് ജെയിംസൊക്കെ വരികയാണെങ്കിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് മാറി എക്സ്ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈ ബെഡിനെ മാറ്റിക്കൊണ്ട് പോകാം. ഇത് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ മാട്രസ് തന്നെയായിരിക്കും മെയിൻ പ്രശ്നം. പല ആൾക്കാരുടെയും സ്ലീപ്പ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. ചിലർ സ്റ്റൊമക് സ്ലീപ്പേഴ്സ് ഉണ്ട്, ചിലർ സൈഡ് സ്ലീപ്പേഴ്സ് ഉണ്ട്, ചിലർ ബാക്ക് സ്ലീപ്പേഴ്സ് ഉണ്ട്. ഇയാൾ ഏത് സ്ലീപ്പറാണ് ഇതിലെ? ഞാൻ സ്റ്റൊമക് സ്ലീപ്പറോ. സ്റ്റൊമക് സ്ലീപ്പേഴ്സിന് വേണ്ടത് കുറച്ച് കട്ടിയുള്ള രൂപതലങ്ങളാണ്. അപ്പോൾ ഓരോ സ്റ്റൈലിൻ്റെ അനുസരിച്ചുള്ള ഓരോരോ ബെഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലംസ് കുറേ സോൾവ് ചെയ്യാൻ പറ്റും. റൂം ടെമ്പറേച്ചർ, ലൈറ്റ്, വോയിസ്, ഇതൊക്കെ ഒരാളുടെ സ്ലീപ്പിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഓരോരുത്തർ ബെഡ് പർച്ചേസ് ചെയ്യുമ്പോൾ കൂടുതലും വരുത്തുന്ന മിസ്റ്റേക്സ് എന്താണ്? മെയിനായിട്ടുള്ള മിസ്റ്റേക്ക് അവർ മേടിക്കുന്ന സമയത്ത് ചില ആൾക്കാർ കേട്ടോ, എല്ലാവരും ഇല്ല, ചില ആൾക്കാർ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വില കുറവുള്ള ഒരു ബെഡിനെ നോക്കിയിട്ട് മേടിക്കുന്ന സമയത്ത് നമുക്ക് ലാഭം കിട്ടുന്ന അല്ലെങ്കിൽ വില കുറവുള്ള ഒരു ബെഡ് നോക്കി മേടിക്കുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കിടക്കുമ്പോൾ കുറച്ച് ഇപ്പോൾ കിടക്കാൻ സുഖക്കുറവ്, അത് കിടന്ന് മേടിച്ച് കൊണ്ടുവരുമ്പോൾ സുഖമാണ്, വില കുറവുണ്ട്. അത് കൊണ്ടുവന്ന് നമ്മൾ കെടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ ദോഷങ്ങൾ അതിമ ഉണ്ടാവും. എടുക്കാനുള്ള സുഖക്കുറവ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിമ. ഒരു പണ്ടത്തെ കാലത്തൊക്കെ ഏതെങ്കിലും ഒരു ബെഡ് മതി, ഒരു ബെഡ് കേട്ട് ഒന്ന് കെടുക്കാനാണ് പറയുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ പ്രൈസ് നോക്കി ബെഡ് വാങ്ങണേലും ഇപ്പോൾ ന്യൂജൻ എല്ലാ വീട്ടിലും ഒരു ന്യൂജൻ ഉണ്ടാവും, ഒരു ആളുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഒരു ചിന്താഗതി കുറച്ച് കെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല, നല്ല ബെഡിൽ കിടക്കണം എന്നൊരു കൺസെപ്റ്റാണ് ഇപ്പോൾ. അപ്പോൾ മേടിക്കുന്ന സമയത്ത് നല്ലൊരു ബെഡ് നോക്കി എക്സ്പെൻസീവ് ആയിട്ട് അത് കുറച്ച് കാശ് കൊടുത്തിട്ട് നല്ലൊരു ബെഡ് മേടിക്കുക, അതാണ് ചെയ്യേണ്ടത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് മറ്റുള്ളവർ മേടിച്ച് എന്താണോ അത് മേടിക്കാതിരിക്കുക. നമുക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള ബെഡ് മേടിക്കണം എന്നുള്ളത്. അപ്പോൾ മറ്റുള്ളവർ മേടിച്ചു, ഇപ്പോൾ അയൽവക്കാരൊരു ബെഡ് മേടിച്ചു, അത് മേടിക്കണമെന്നില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ബെഡ് ആരാണോ അത് മേടിക്കുക. നമ്മുടെ നീഡ്സ് നോക്കിയിട്ട് വാങ്ങാം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ നമുക്ക് മറക്കാൻ പറ്റാത്ത സംഭവം എന്തെങ്കിലും ഒരു ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും മറക്കാൻ പറ്റാത്തൊരു സംഭവം? ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്.
ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ടപ്പ് തുടങ്ങിയിരുന്ന ടൈമിൽ നമ്മൾ റോ മെറ്റീരിയൽസ് മേടിക്കുമായിരുന്നു. അപ്പോൾ റോ മെറ്റീരിയൽസ് മേടിച്ചിട്ട് അതിൻ്റെ ഒരു അന്ന് ഫൈബറിൻ്റെ മാട്രസുകളാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ ഞാനും നമ്മുടെ മരുമകൻ, അവൻ്റെ പേര് മരുമകൻ പെങ്ങളുടെ മകനാണ്, അവൻ്റെ പേര് നിതിൻ എന്നാണ്. ഞങ്ങൾ രണ്ടാളും പോകുന്ന ഓട്ടുപാറ ഞങ്ങളൊരു സ്ഥലമാണ്. അവിടുന്ന് പോയി തിരിച്ചു വരുന്ന ടൈമിൽ ഈ വണ്ടികൾക്ക് കുറച്ച് കംപ്ലൈൻറ്റുകളൊക്കെ വന്നിട്ട് നമുക്ക് കാശ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കാശ് കൊടുക്കാനുള്ള ആൾ നമ്മളെ തടഞ്ഞു നിർത്തി, അവിടെ പിടിച്ചു നിർത്തിയ സംഭവം ഉണ്ടായിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലേക്ക് എത്തിപ്പെട്ടത് ചെറിയ പയ്യനായിരുന്നു എൻ്റെ പെങ്ങളുടെ മകൻ, ഒരു നിധിൻ എന്ന് പറഞ്ഞുള്ള ഒരു കുട്ടിയാണ്. അവൻ പെട്ടെന്ന് കരഞ്ഞു പോയി, ഉറക്കെ വാവിട്ട് കരഞ്ഞു. അപ്പോൾ അത് ആൾക്കാരെ കണ്ട് നമ്മളെന്നെ പിടിച്ച ആൾക്കാരെ കണ്ട് അപ്പോൾ ഒരാളാണ് നിൽക്കുന്നത്. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വേദനയായിട്ടുണ്ടായിരുന്നു. പിന്നീട് ആകാശമല്ല, അതിനപ്പുറത്തും കൊടുത്ത് നമ്മൾ ആ റോ മെറ്റീരിയൽസ് മൊത്തമായിട്ട് മേടിക്കാവുന്ന രീതിയിലേക്കുള്ള, അല്ലെങ്കിൽ അവരെടുക്കുന്ന സ്ഥലം ഏതാണോ അവിടെ പോയിട്ട് നമ്മൾ സാധനങ്ങൾ നേരിട്ട് ഇറക്കാവുന്ന ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ പിന്നീട് എത്തി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമുക്കുണ്ടായിട്ടുണ്ട്. തുടക്കത്തിൽ നമ്മൾ തന്നെയായിരുന്നു അല്ല, അതായത് കിടക്കി ഉണ്ടാക്കുന്നു, അത് നമ്മൾ വണ്ടിയിൽ തന്നെ കേൾക്കുന്നു, വണ്ടി നമ്മൾ തന്നെ ഓടിക്കണം. മറ്റൊരു വാഹനം കിടന്നു, KH 576 എന്നൊരു വാഹനമായിരുന്നു അത്. വണ്ടി ഓടിക്കണു, നമ്മൾ തന്നെ കൊണ്ടുപോയി കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് ഇതിനിപ്പോൾ അത് ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ ഇതേപോലെ ഒരു ചാകരയാണ്, ഒരു ഹോട്ടൽ. അപ്പോൾ അതിൽ നമ്മൾ ചെല്ലുമ്പോൾ ഓണർ അവിടെ ഇരിക്കുന്നുണ്ടാവും. ഓണർ നമ്മൾ പറയും ഒരു ചായ 2 ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഇവിടെ ഇരുന്ന് പറയും, സീറ്റിലിരുന്നിട്ട്, ക്യാഷ്വൽ സീറ്റിലിരുന്നിട്ട് പറയും ഒരു ചായ 2 ദോശ എന്ന് പറയും. ഇപ്പം നമ്മൾ വിചാരിക്കും അവിടെ സ്റ്റാഫുകൾ ഉണ്ടാവുക, നോക്കുമ്പോൾ തന്നെയാണ് പോയിട്ടുണ്ടാക്കുക, ആൾ തന്നെയാണ്. വേറെ പണിക്കാരൊന്നുമില്ല, ആള് പോണു, ആൾ തന്നെ 2 ദോശ ചോറുന്നു, ഒരു ചായ ഉണ്ടാക്കണു, ആൾ കൊണ്ടുവന്നിട്ട് ഇവിടെ വയ്ക്കും, ആ എത്തി, എന്നിട്ട് ആൾ തന്നെ ക്യാഷ് വന്നിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ പരിപാടി. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു, കഥാ സംവിധാനം, കഥ നമ്മൾ തന്നെ വണ്ടിയിൽ വരാം, നമ്മൾ തന്നെ പോകുന്നു. അതിൻ്റെ ഇടയിലുള്ള കുറേ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കുറച്ച് പേരുണ്ട്, 10-15 സ്റ്റാഫുകളുണ്ട്. ഞങ്ങളൊരു ടീമാണ്, ഒരു മാർക്കറ്റിംഗ് ടീം, പ്രൊഡക്ഷൻ ടീം, അങ്ങനെയുള്ള ഒരു ടീമാണ്. ഡ്രൈവേഴ്സ് ടീം, ഡ്രൈവർ ആൻഡ് സെയിൽ ടീം, അങ്ങനെ നല്ലൊരു ടീമുണ്ട് ഞങ്ങൾ മൊത്തത്തിൽ. സ്കൈ മാട്രസ് ആയാലും മെമ്മറി മാട്രസ് ആയാലും പിന്നെ വിജയ് ഗ്രൂപ്പ് ഓഫ് കമ്പനി നല്ല വേറൊരു സംഭവമുണ്ട് നമ്മൾ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ നല്ലൊരു ടീമാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മളിപ്പോൾ ഒരുപാട് പിന്നെ കരിമത്ത് നമ്മൾ പറയുന്ന സ്ഥലത്ത് തന്നെ 3-4 സ്ഥലത്തൊക്കെയാണ് നമ്മുടെ ഫാക്ടറികളൊക്കെ നിലനിൽക്കുന്നത്. ഇപ്പോൾ പണ്ടിരുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഓഫീസ്, പക്ഷെ നമ്മൾ പ്രൊഡക്ഷൻ പല സ്ഥലത്തൊക്കെയാണ്, ഒരു 3-4 ഫാക്ടറീസ് ഒക്കെ ആയിട്ട് തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ ഇപ്പോൾ കസ്റ്റമേഴ്സിന് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് വിജയേട്ടന് തോന്നുന്നത്? കസ്റ്റമേഴ്സിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കസ്റ്റമേഴ്സ് ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയി. ഇപ്പോൾ അതിൽ ഒരു ഭാഗമാവാൻ നമുക്ക് പറ്റി എന്നുള്ളത് നമുക്കത് വലിയൊരു അഭിമാനമായിട്ട് കരുതുന്നുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ ഓൾറെഡി അവർ ചിന്തിച്ചിരുന്നത് ബ്രാൻഡിങ്ങും പ്രൈസുമാണ്. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ വാല്യൂവിനെ കുറിച്ച് വാല്യൂ ആണ് കൂടുതലായിട്ട് നോക്കുന്നത്. അതിൽ എന്തോരം വാല്യൂ അടങ്ങിയിട്ടുണ്ട്, എന്തോരം ക്വാളിറ്റി ഉണ്ട്, അത് കസ്റ്റമേഴ്സ് കൂടുതൽ നോക്കുന്നുണ്ട്. അത് വലിയൊരു ചേഞ്ചാണ്. മറക്കാൻ പറ്റാത്തൊരു കസ്റ്റമർ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ റിവ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ ഒരു മാഡം ഉണ്ട്. മാഡം വിമല കോളേജിലെ ഒരു പ്രൊഫസറായിരുന്നു. ആശ റാവു മാം എന്നാണ് പറയാം ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ ഒരുപാട് പേര് റെസ്പെക്റ്റ് ചെയ്യുന്ന നല്ലൊരു മാം. ആ മാം ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നിട്ടൊരു മാട്രസ് വേണം, അവർ തൊട്ടപ്പുറത്ത് വേറൊരു ഫ്ലാറ്റ് മേടിച്ചിരുന്നു അസറ്റിൻ്റെ തന്നെ. അപ്പോൾ അവിടെ ഒരു മാട്രസ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ മാഡം ആണെങ്കിൽ എല്ലാ സ്ഥലത്തും ചോദിക്കുന്ന, എല്ലാ ഇൻഫർമേഷൻ അറിയുന്ന, എല്ലാ സ്ഥലത്തും നോക്കുന്ന, എല്ലാത്തും ചോദിച്ചിട്ടുള്ള ഒരാളാണ്. അവർ നേരെ നമ്മുടെ ഫാക്ടറിക്ക് വന്നു, എന്നിട്ട് നമ്മുടെ ഫാക്ടറിയൊക്കെ കണ്ടു, മാട്രസിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു, ഓർത്തോപെഡിക്കും മെഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ആ മാഡത്തിന് നമ്മളൊരു മാട്രസ് കൊടുത്തു. ആ മാട്രസ് മാഡം കൊണ്ടുപോയി അത് ഉപയോഗിച്ച് അതിൻ്റെ ഫീഡ്ബാക്ക് മാം വിളിച്ചു പറഞ്ഞു, നമുക്കെടുക്കാതെ ഇത് മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, ചേട്ടൻ മാഷമ്മനെ വിളിക്കുക, ആൾ ക്യാപ്റ്റനാണ്, ആളുടെ മകനുമുണ്ട്. അപ്പോൾ അവർ ഞങ്ങളെ വിളിച്ച് അതിൻ്റെ ബെഡിനെ കുറിച്ചിട്ട് നല്ലൊരു അഭിപ്രായം പറഞ്ഞു. ബെഡിനെ കുറിച്ച് അവർ പറയുന്ന കുറച്ചൊരു വീഡിയോയും അവർ ഇട്ടിരുന്നു. അപ്പോൾ അത് നല്ലൊരു ഇതായിട്ട് തോക്കാൻ പറ്റാത്തൊരു അനുഭവമല്ല. അവർ പറയുമ്പോൾ നമ്മൾ കൊടുത്തൊരു കൂടെ മാത്രമല്ല, അവരുടെ റിലേറ്റീവ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു, അവരോടൊക്കെ ഇത് പറഞ്ഞു. അപ്പോൾ ആ റിലേറ്റീവ്സിന് ബെഡിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ തന്നെ പഠിച്ചിട്ട് അപ്പോൾ മേടിച്ചവർ തന്നെയാണ് പിന്നെയും നമ്മുടെ മാട്രസുകൾ കൂടുതൽ മേടിക്കാറ്. അതിൻ്റെ ക്വാളിറ്റിയുടെ ഒരു പ്രത്യേകത റെഫർ ചെയ്യുന്നുണ്ടല്ലോ. ഈ ഒരു കസ്റ്റമറെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ് ഈ ആശ മാഡത്തിൻ്റെ. അപ്പോൾ ഇത്ര നേരം നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന്, ഇത്ര നല്ല വാല്യൂബിൾ പോയിന്റ്സ് നമുക്ക് ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി. നമ്മൾ ഒരുപാട് മാട്രസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, സ്ലീപ്പിനെ കുറിച്ച് പറഞ്ഞു, കിടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, ബെഡ് സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ ഒരുപാട് ഇൻഫോർമേഷൻസ് നമ്മൾ പറഞ്ഞു.
പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് തന്നെ ഇൻജെക്റ്റ് ചെയ്ത് എല്ലാവർക്കും പശുക്കൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ മെല്ലെ മെല്ലെ എല്ലാവരിലും ഈ അവയർനെസ് ഉണ്ടാവും, നല്ലൊരു ഹാബിറ്റ് ഉണ്ടാവും. നല്ലൊരു ഹാബിറ്റുകളിൽ നല്ല ബെഡുകൾ ചൂസ് ചെയ്യാൻ ജനങ്ങൾക്ക് പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. താങ്ക് യു സർ.